400 തികയ്ക്കാനാവില്ല. മോദി ഉറപ്പിച്ചു. തമിഴ്നാടിനും ഒഡീഷയ്ക്കും പിന്നാലെ പഞ്ചാബും ബിജെപിയെ കൈവിടുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ സഖ്യ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജെപിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് 13-ൽ 9 സീറ്റും തങ്ങൾക്ക് വേണമെന്ന് കടും പിടുത്തത്തിലേക്ക് ശിരോമണി അകാലിദൾ കടന്നത്. എന്നാൽ മോദി പ്രഭാവത്തിൽ സംസ്ഥാനത്ത് 5 സീറ്റുകളെങ്കിലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്ന ബിജെപി വിലയിരുത്തലുകൾക്ക് തിരിച്ചടിയാവുകയാണ്. സഖ്യം പാളുകയും ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കർഷക രോഷം നിലനിൽക്കുന്ന പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ബിജെപി തീരുമാനം വെല്ലുവിളി നിറഞ്ഞതുമാണ്. വിളകൾക്ക് മിനിമം താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പ്രതിഷേധവും നടത്തിയത്. 13-ൽ 5 സീറ്റുകളാണ് ബിജെപി ഇവിടെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ അകാലിദൾ തയ്യാറായില്ല. 4 സീറ്റാണ് നേതൃത്വം വാഗ്ദാനം ചെയ്തത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തിയ മോശം പ്രകടനവും അകാലിദൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 4-4 മതി എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സഖ്യകക്ഷിയാണ് ശിരോമണി അകാലിദൾ. അത് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യവുമാണ്. വടക്കേ ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച കർഷക നിയമങ്ങളിൽ പിന്നീട് അത് പിൻവലിച്ചു എങ്കിൽ പോലും പ്രതിഷേധിച്ച് 2020 സെപ്റ്റംബറിലാണ് അകാലിദൾ NDA വിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമായാണ് മത്സരിച്ചത്. എന്നാൽ ബലം മികച്ചതായിരുന്നില്ല. 8 സീറ്റിൽ കോൺഗ്രസ് അങ്ങ് വിജയിച്ച് കയറുകയായിരുന്നു. ബിജെപി, അകാലിദൾ, ആം ആദ്മി പാർട്ടി എന്നിവർ മറ്റു സീറ്റുകളിലും ജയം കണ്ടു. ഇങ്ങനെ പല കാര്യങ്ങളും കൂട്ടിയും കിഴിച്ചും അകാലിദൾ ഒന്നാഞ്ഞു ചവിട്ടിയപ്പോൾ ഏറ്റവും പഴയ സഖ്യകക്ഷിയിൽ നിന്ന് തന്നെ തിരിച്ചടി വാങ്ങി മിണ്ടാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നു ബിജെപിക്ക്. അങ്ങനെ മൂന്നാമത്തെ സംസ്ഥാനവും ബിജെപിയെ കൈവിടുമ്പോൾ ഇനിയും 400 സീറ്റുകൾ തന്നെ കിട്ടുമെന്ന് ഒരു സർവേകൾക്കും പ്രവചിക്കാനാവില്ല. ഇനി അങ്ങനെ പ്രവചിക്കുകയാണ് എങ്കിൽ അതെവിടുന്ന് എന്നുള്ളത് കൃത്യമായി പഴുതുകൾ അടച്ച് അടയാളപ്പെടുത്തേണ്ടിയും വരും. കാരണം കഴിഞ്ഞ തവണ ഈ സംസ്ഥാനങ്ങളൊക്കെയും ബിജെപിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും കർണാടകയിൽ ബിജെപി തൂത്തുവാരിയിട്ടും 400-ലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അന്ന് ചിഹ്ന ഭിന്നമായി മത്സരിച്ച പാർട്ടികളൊക്കെ തന്നെ ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ ബിജെപിക്കെതിരെ ഒരു പൊതു സ്ഥാനാർത്ഥിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് 400 എന്നത് ഒരു സംഖ്യ മാത്രമായി ബിജെപിക്ക് മുന്നിൽ അങ്ങനെ അവശേഷിക്കും.